ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോർജിയയിലെ MBBS കുറിച്ചിട്ടാണ്. ജോർജിയയിൽ നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ MBBS പഠനത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് അതുപോലെ GCC എന്നൊക്കെ പോകുന്നത് ഈ ജോർജിയയിലേക്കാണ്. ജോർജിയയുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ നമുക്കിടയിലുണ്ട്. പല ആളുകളും പല രീതിയിലും പറയുന്നു. 9 വർഷമാണെന്ന് പറയുന്നവരുണ്ട്, ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം അല്ല എന്ന് പറയുന്നവരുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അവിടെ ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നില്ല, NMCയുടെ ഗൈഡ് ലൈൻസിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ജോർജിയയിലെ MBBS കുറിച്ചിട്ടാണ്. ജോർജിയ ശരിക്ക് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ധാരാളം ആളുകൾ, എസ്പെഷ്യലി GCC ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ അവരുടെ വെക്കേഷനൊക്കെ വരുമ്പോൾ ആശ്രയിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. മലയാളികളുടെ നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ട ചില കംഫർട്ടുകൾ ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ജോർജിയയുടെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ, ഇപ്പൊ യുക്രൈനിലൊക്കെ ധാരാളം കുട്ടികൾ വന്നപ്പോൾ ലിവിങ് കോസ്റ്റ് നേരത്തെ ഉള്ളതിനേക്കാൾ ഉയർന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ജോർജിയയെ സംബന്ധിച്ചിടത്തോളം ഒരു $4000 മുതൽ ഒരു 4500, 5000 ഒക്കെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് നോക്കുമ്പോൾ ഒരു 3.5 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ട്യൂഷൻ ഫീസിൽ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. വളരെ നല്ല യൂണിവേഴ്സിറ്റികൾക്ക് $8000 വരെ ട്യൂഷൻ ഫീസ് ഉണ്ട്. ഒരു 5000 ഉണ്ടെങ്കിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ കഴിയുന്നുണ്ട്. ഒരു $6000 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഒരു 4 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, വളരെ ലോ ബഡ്ജറ്റ് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റുന്ന ഒരു സ്ഥലവുമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് NMCയുടെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ജോർജിയ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതുപോലെ നീറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ അവിടുത്തെ FMGയുടെ പാസിംഗ് റേഷ്യോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതൊരു രാജ്യം പോകുമ്പോഴും നമ്മളിപ്പോൾ ആദ്യം നോക്കേണ്ടത് NMCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് NMCയുടെ ഗൈഡ് ലൈൻസ് ജോർജിയയിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം. 54 മാസത്തെ കോഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് 54 മാസത്തെ കോഴ്സ് ഉണ്ട്. ശരിക്ക് ഈ NMCയുടെ ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം ജോർജിയയുടെ കാര്യത്തിൽ വളരെ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില രാജ്യങ്ങൾക്ക് ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോ നമുക്കൊരു കൃത്യമായ ക്ലാരിറ്റി തരുന്നത് അപ്പോ അടുത്തൊരു സ്റ്റെപ്പിൽ എംബസിയാണ്. അപ്പൊ ഇവിടെ യാരവൻ എംബസിയാണ്, അർമേനിയയുടെ എംബസിയാണ്. ജോർജിയയിൽ നമുക്ക് ഡയറക്റ്റ് എംബസി ഇല്ലാത്തതുകൊണ്ട് യാരവൻ എംബസി നമുക്ക് 2022 ഒരു അഡ്വൈസറി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് നമുക്ക് ഈ 54 മാസത്തെ കോഴ്സിന്റെ കാര്യം 360 ക്രെഡിറ്റ് ആണ്. ECTS പ്രോഗ്രാമാണ്, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അക്യുമുലേഷൻ എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കറക്റ്റ് 6 വർഷത്തെ കോഴ്സാണ് വരുന്നത്. 6 വർഷത്തിൽ ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണ്. യൂട്യൂബിനകത്ത് വളരെ ആധികാരികമായിട്ട് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ 6 വർഷത്തെ ഇൻക്ലൂഡിങ് എന്ന് പറയുന്നത് തെറ്റാണെന്ന്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംബസി പറയുന്നതായിരിക്കും തെറ്റാവാൻ ചാൻസ്. ഞാൻ ആ എംബസിയുടെ കൃത്യമായിട്ടുള്ള അഡ്വൈസറിയുടെ ലിങ്ക്, നിങ്ങൾക്ക് അത് ഒഫീഷ്യൽ ലിങ്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള എല്ലാ ആശങ്കകളും അവർ പരിഹരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര വർഷത്തെ കോഴ്സാണ്, ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ് ആണോ, പേഷ്യൻസിനെ ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ ജൂനിയർ ഡോക്ടർ എന്താണ്. അപ്പൊ അതാണ് വലിയൊരു പ്രശ്നം. അവിടെ ലൈസൻസ് കിട്ടില്ല. അവിടെ ലൈസൻസ് കിട്ടിയാലല്ലേ ഇന്ത്യയിൽ കിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂനിയർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ രജിസ്റ്റബിൾ ഡോക്ടറാണ്. അവിടുത്തെ ലൈസൻസ് വേണമെന്നല്ല, അവിടെ ലൈസൻസ് ചെയ്യാൻ അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ കാരണം ഞാൻ NMCയുടെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു ക്വാളിറ്റി ഉള്ള ഡോക്ടറാണോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണത്. അവിടെ നമുക്ക് ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ ചോദ്യം. അപ്പൊ അവിടെ രജിസ്റ്റബിൾ ആണെങ്കിൽ നമുക്ക് ഇവിടെയും രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് അതിന്റെ ആകെ തുക. അതിന്റെ ലിങ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എത്ര വർഷത്തെ കോഴ്സ് ആണെന്നും എന്താണ് ഈ രജിസ്റ്റബിൾ ഡോക്ടർ, എന്താണ് ജൂനിയർ ഡോക്ടർ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജോർജിയ ഈ NMCയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാമാണ് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. 54 മാസത്തെ കാര്യമാണെങ്കിലും പിന്നെ ഒരു 18 സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. ഇന്ത്യയിലെ NMCയുടെ സിലബസിനകത്തുള്ള ഒരു 18 സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർജിയ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം
നീറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് സ്റ്റുഡന്റിന്റെ ആവശ്യമാണ്. പലപ്പോഴും ഇൻഡയറക്റ്റ് വഴിയിലൊക്കെ ജോർജിയയിലൊക്കെ നമുക്ക് നീറ്റില്ലാത്തൊരു കുട്ടിക്ക് കേരളത്തിൽ നിന്ന് പോകാൻ പ്രയാസമാണ്. കാരണം വിസ ഡോക്യുമെന്റിൽ ഒരു കാര്യം ചോദിക്കുന്നത് നീറ്റിന്റെ ക്വാളിഫയിങ് പേപ്പർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് തന്നെ ഇപ്പൊ GCC ഡയറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഓണറേബിൾ വിസയാണ്, അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം, ഡോക്ടറായിട്ട് ഈ യൂണിവേഴ്സിറ്റി പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്യാം, അത് ബുദ്ധിമുട്ടില്ല. അപ്പൊ നീറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ളത് കുട്ടിയുടെ ആവശ്യമാണ്. നീറ്റ് ക്വാളിഫൈഡ് ആയ കുട്ടികൾക്കാണ് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂളിന്റെ വെബ്സൈറ്റ് നമ്മൾ പരിശോധിക്കുന്നു. അതിൽ ആ ലിസ്റ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കും, പേരുണ്ടോ നോക്കുന്നു. ഒപ്പം സ്പോൺസർ നോട്ടിൽ നമ്മൾ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഡോക്ടറേറ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ഈ കാര്യം കൂടെ ആസ് യൂഷ്വൽ ഏതൊരു രാജ്യം പോകുമ്പോഴും നമ്മൾ നോക്കേണ്ട പോലെ നമ്മൾ ജോർജിയയുടെ കാര്യത്തിൽ നോക്കണം. ഈ ജോർജിയയുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ജോർജിയയിൽ നമുക്ക് ഒരു 18-19 യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഇതിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് ധാരാളം കുട്ടികൾ പഠിച്ചിറങ്ങിയ യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ജോർജിയ ഒരു മെഡിക്കൽ ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട്. അതിന് വേറെയും കുറെ കാരണങ്ങൾ. ചൈനയിലേക്ക് കുട്ടികളുടെ പോകുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ട്, റഷ്യയിലേക്കുള്ള കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, യുക്രൈനിലേക്ക് പരിപൂർണമായിട്ടും പോകാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ആശ്രയിച്ചിരുന്ന രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് നിലച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളും കൂടെ ജോർജിയയിലേക്ക് പോകുന്നുണ്ട്. ഇത് ജോർജിയയിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ പുതിയ പല സംരംഭങ്ങളും പുതിയ പ്രൈവറ്റ് സംരംഭങ്ങളൊക്കെ പഴയ ഓഡിറ്റോറിയങ്ങൾ വരെ മെഡിക്കൽ കോളേജ് ആയിട്ട് പരിണമിക്കുന്നുണ്ട്, ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഹിസ്റ്ററി ഉള്ള പഠിച്ചിറങ്ങിയ കുട്ടികളുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സിസ്റ്റമാറ്റിക്, എസ്പെഷ്യലി ഇതൊന്നും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളല്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻസ് ഇന്ററാക്ഷൻസ് ആണെങ്കിലും ടീച്ചേഴ്സിനായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ആണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അത് പറ്റുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ഒക്കെ വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ കോളേജുകളെ നമുക്ക് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണൽ റീസൺ കൊണ്ടാണ് നിങ്ങൾ ആ പുതിയ കോളേജുകൾ എടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തെങ്കിൽ അത്യാവശ്യം പഴക്കമുള്ള നിലവിൽ കുട്ടികൾ പാസ് ഔട്ട് ആയിട്ടുള്ള FMGയുടെ പാസിംഗ് റേഷ്യോ ഉള്ള യൂണിവേഴ്സിറ്റി ജോർജിയയിൽ നോക്കുന്നതാണ് നന്നാവുക. നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ പല ക്രൈറ്റീരിയകളും നോക്കാറുണ്ട്. അതിലൊന്നാണ് ഈ FMGയുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ്റെത്. ഇത് ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. വളരെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. FMGയുടെ പാസിംഗ് റേഷ്യോ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു പോപ്പുലർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. അത് അത്യാവശ്യം നല്ല പാസിംഗ് റേഷ്യോ ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ഇതുപോലെ DTMU ഡേവിഡ് ട്വിൽഡാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലവും ഒരു ഡിസിപ്ലിനറി സിസ്റ്റം ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കഴിഞ്ഞ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് 5 ഇയറിന്റെ പാസിംഗ് റേഷ്യോ നോക്കിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ DTMU വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതുപോലെ ധാരാളം യൂണിവേഴ്സിറ്റികൾ ജോർജിയയിലുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, കൗക്കാസസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ, അതുപോലെ അക്കാക്കി യൂണിവേഴ്സിറ്റി ഉണ്ട്, ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ടിബ്ലിസി മെഡിക്കൽ അക്കാദമി, ഇങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത് ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് FMGയുടെ പാസിംഗ് റേഷ്യോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. ഞാൻ നേരത്തെ FMG പാസിംഗുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ജോർജിയയിലെ FMG പാസിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് FMGയുടെ പാസിംഗ് റേഷ്യോ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ജോർജിയയിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ വിസ പ്രോസസ്സിങ് കമ്പാരിറ്റീവ്ലി ഇത്തിരി ടഫാണ്. അപ്പൊ നിങ്ങൾക്ക് ജോർജിയ താല്പര്യമുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ വളരെ നേരത്തെ ഇപ്പൊ നീറ്റിനൊക്കെ വേണ്ടി ഒരുങ്ങി നീറ്റിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടുത്തെ അലോട്ട്മെന്റിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്ലാൻ B പോലെ ഈ ജോർജിയ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ ബ്ലോക്ക് ചെയ്തിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഒരു രൂപ പോലും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതൊരു പ്ലാൻ B പോലെ നോക്കി വെച്ചാൽ ഇൻ കേസ് ഇവിടുത്തെ MBBS നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് തന്നെ പോകാൻ കഴിയും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് വിസ കിട്ടില്ല. അന്നേരം നിങ്ങളുടെ യാത്രാ പരിപാടികളൊക്കെ മാർച്ചിലേക്ക് പോസ്റ്റ്പോണ്ട് ആവും. അപ്പൊ നിങ്ങൾക്ക് 6 മന്ത് വീണ്ടും നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ജോർജിയയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രത്യേകം നോക്കേണ്ടത്. ഒന്ന്, ഈ വിസ ഡിലേ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ലിവിങ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പൊ ഒരു $3,500 $4,000 ഒക്കെ
ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നുണ്ട്. ഇത് നേരത്തെ ഇതിന്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സ്റ്റുഡൻസ് വർദ്ധിച്ചപ്പോൾ അവിടുത്തെ അക്കോമഡേഷന്റെ ഇതും ഫുഡിന്റെ ഒക്കെ പ്രൈസ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. പിന്നെ യുക്രൈനിലെ യുദ്ധവും ഇതിനൊരു കാരണമായിട്ടുണ്ട്. കൂടാതെ ജോർജിയയിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ചില ആളുകൾക്ക് വളരെ കംഫർട്ടായി തോന്നാറുണ്ട്. ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ബത്തൂമി ഷോട്ട എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, അക്കാക്കി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇവാനെ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട്. പിന്നെ ടിബ്ലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അർദ്ധ ഗവൺമെന്റ് ആണ്, പകുതി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ബാക്കിയുള്ളത് ഗവൺമെന്റ് ആണ് വരുന്നത്. അതുപോലെ ഇയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. $4,000-5,000 യൂണിവേഴ്സിറ്റി ആ ഫീസ് വരുന്നതുണ്ട്. ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ യൂണിവേഴ്സിറ്റികൾക്കും സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഇല്ല എന്നുള്ളതുണ്ട്. അപ്പൊ അവിടെ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. 3 നേരം ഫുഡ് കേരള ഫുഡ് അവൈലബിൾ ആവുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അപൂർവം ചില യൂണിവേഴ്സിറ്റികൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഓൺ ഹോസ്റ്റലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഓൺ ഹോസ്റ്റലൊക്കെ വേണമെങ്കിൽ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിക്ക് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തൊക്കെ ഹോസ്റ്റൽ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ സെലക്ഷൻ ടൈമിൽ നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജോർജിയയിലെ MBBS പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. NMCയുടെ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു. പിന്നെ 9 വർഷത്തെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് എക്സാമിനേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായ ക്ലാരിറ്റി എംബസിയുടെ വെബ്സൈറ്റിനകത്തുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലോ ഓഫ് ജോർജിയ ഓൺ മെഡിക്കൽ പ്രാക്ടീസ്. ഒരു വിദ്യാർത്ഥി ഇന്ത്യയിലുള്ള ആളാണെങ്കിലും ജോർജിയയിലാണെങ്കിലും ജോർജിയയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ എംബസി, അവരുടെ രാജ്യം പറയുന്ന കുറെ ക്രൈറ്റീരിയകളുടെ ഒഫീഷ്യൽ ലിങ്ക് ഉണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ 2 കാര്യങ്ങളും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ജോർജിയയുടെ കാര്യത്തിൽ കിട്ടും. ഒപ്പം നമ്മുടെ NMCയുടെ ഗൈഡ് ലൈൻസ് അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഉറപ്പുവരുത്തിയ കാര്യമാണ്. ഈ കാര്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോർജിയയിലേക്ക് പോകാൻ കഴിയും. ഇനി കൂടുതൽ വിവരങ്ങൾ ചില യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞത് ശരിയാണെന്ന് ഉറപ്പുവരുത്താനൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. കൂടാതെ ഓരോ ആഴ്ചകളിലും നമ്മുടെ സൗജന്യമായിട്ടുള്ള വെബിനാറുകൾ ഈ സെയിം സബ്ജക്റ്റിൽ നടക്കുന്നുണ്ട്. ഓരോ രാജ്യങ്ങളെ കുറിച്ചിട്ട് ജനറൽ ആയിട്ടുള്ള ഒക്കെ വെബിനാറുകൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.